എങ്ങനെ കൂടുതൽ വേഗത്തിൽ ഓടാം? MFA സ്പോർട്സ് ഇന്ന് ചർച്ച ചെയ്യുന്നത് ഓട്ടത്തിൻ്റെ ടെക്നിക്കുകളെ കുറിച്ചാണ്. MFA സ്പോർട്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് മെത്തേഡ് എന്ന് വെച്ചാൽ സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ കോൺ ടു കോൺ എന്ന മെത്തേഡ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കോൺ ഇല്ലെങ്കിൽ വാട്ടർ ബോട്ടിൽ എന്താ യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ 5 കോൺസ് എടുത്തേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വെച്ചാൽ ടാങ്ക് ഈ ഒരു എക്സ് ഷേപ്പിലാണ് ഞങ്ങൾ കോൺ വെച്ചേക്കുന്നത്. ഈ ഷേപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഈ ഒരു കോൺ സ്റ്റാർട്ട് ചെയ്തിട്ട് മാക്സിമം സ്പ്രിൻ്റ് ചെയ്യണം. മാക്സിമം സ്പ്രിൻ്റ് ചെയ്തിട്ട് ഈ ഒരു കോണ് അവിടുന്ന് ഈ കോണ് ഡയറക്റ്റ് പിന്നെ ഇവിടെ വരിക, പിന്നെ ഇവിടെ വരിക. നമുക്ക് ഏറ്റവും മാക്സിമം സ്പിൻ ചെയ്യാൻ പറ്റും ആ സ്പീഡിൽ സ്പിൻ ചെയ്യുക. ഈ ഒരു ടൈം നമ്മൾ 1 ടൈം ഫിനിഷ് കഴിഞ്ഞാൽ 10 സെക്കൻഡ് ബ്രേക്ക് എടുക്കുക. ബ്രേക്ക് എടുത്തിട്ട് ഇതൊരു 5 ടൈംസ് റെഗുലേറ്റ് ചെയ്യേണ്ടതാണ്. ഈ ഒരു വർക്കൗട്ടിൽ നമുക്ക് 25 അല്ലെങ്കിൽ 20 മീറ്റർ ഡിസ്റ്റൻസിലുള്ള ഒരു സ്ക്വയറാണ് വേണ്ടത്. സ്ക്വയറിൻ്റെ ഓരോ എഡ്ജിലും നമുക്ക് കാണാൻ പറ്റുന്ന, പെട്ടെന്ന് സ്പീഡിൽ ഓടിപ്പോകുമ്പോൾ കാണാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് വെക്കുക. ഫസ്റ്റ് ചെയ്യേണ്ടത് ഓരോ ഹേർഡിൽസിലും 2 കാല് വീതവും കൊടുത്തുകൊണ്ട് ഫസ്റ്റ് കോണിലേക്ക് സ്പ്രിൻ്റ് ചെയ്യുക. അവിടെ നിന്ന് ഓരോ എഡ്ജിലേക്കും നമുക്ക് പറ്റാവുന്ന മാക്സിമം സ്പീഡിൽ സ്പ്രിൻ്റ് ചെയ്യണം. സ്പ്രിൻ്റ് ചെയ്തിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത അതേ ഹേർഡിൽസിലൂടെ വീണ്ടും ഓരോ ഹേർഡിൽസിലും 2 കാല് വീതം കൊടുത്തുകൊണ്ട് നമ്മൾ സ്റ്റാർട്ടിംഗ് പൊസിഷനിലേക്ക് പോവുക. ഇത് 5 സെറ്റ് വീതമാണ് ചെയ്യേണ്ടത്. ഓരോ സെറ്റ് ചെയ്തിട്ടും ഒരു 1 മിനിറ്റ് ബ്രേക്ക് എടുക്കണം. നമ്മൾ ഇന്നത്തെ തേർഡ് എക്സസൈസ് എന്ന് വെച്ചാൽ ഷട്ടിൽ റണ്ണാണ്. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് 5 സെറ്റാണ്. ഓരോ സെറ്റ് കഴിയുമ്പോഴും 30 സെക്കൻഡ് ബ്രേക്ക് എടുത്തിട്ട് അടുത്ത സെറ്റ് ചെയ്യുക. ഇതിപ്പോൾ ബിഗിനേഴ്സിനാണെങ്കിൽ ഒരു 5 സെറ്റ് ചെയ്താൽ മതിയാവും. പ്രൊഫഷണലായിട്ട് കുറച്ച് കളിക്കുന്ന പ്ലേയേഴ്സ് ആണെങ്കിൽ മാക്സിമം ചെയ്യാൻ പറ്റും അത്രയും ചെയ്യാം. മിനിമം ഞങ്ങൾ പറയുക 10 സെറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു ഷട്ടിൽ റൺ ചെയ്യുമ്പോൾ നമ്മളുടെ കൂടെ നമുക്കൊരു പാർട്ട്ണറും കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ആവേശത്തോട് കൂടിയിട്ട് ആര് ഫസ്റ്റ് ഫിനിഷ് ചെയ്യും എന്നുള്ളൊരു കോമ്പറ്റീഷനോട് കൂടിയിട്ട് ചെയ്യാവുന്നതാണ്. ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത വർക്കൗട്ടിൽ നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ട്സാണ്. അപ്പോൾ 3 പേരും നാഷണൽ പ്ലേയേഴ്സാണ്. സോ ഇത് ശ്രീദർശ്, ഇത് ഷീസ്, ഇത് ആദിത്. 3 നല്ല കട്ട സപ്പോർട്ടാണ് നമുക്ക് തരുന്നത്. അപ്പോൾ നമ്മൾ പുതിയ വെറൈറ്റി വീഡിയോസായിട്ട് ഇനിയും നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യില്ല, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഇപ്പോൾ ബിഗിനേഴ്സിനാണെങ്കിലും പ്രൊഫഷണൽസിനാണെങ്കിലും നല്ല പുതിയ വീഡിയോസ് ഞങ്ങൾ ഇടുന്നതാണ്. സോ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.